ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ വിപ്രോയിലുള്ള ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. ഓക്കെ, ക്രിസ്മസ് സെലിബ്രേഷൻ നമ്പർ 2 ആക്ച്വലി ആണ്, നമ്മുടെ ഓഡീസുള്ള സെലിബ്രേഷൻ ആട്ടോ. അപ്പം ഇത് എനിക്ക് ആദ്യമേ അറിയാം. ഞാൻ ആദ്യമേ ബാത്റൂമാണ് കാണിക്കുന്നത്. എന്താ ആക്ച്വലി ഞാൻ സാരി അവിടെ വന്നിട്ടാണ് കൊടുത്തത്. അപ്പം എന്നെ ശ്വേതയും അഞ്ചാന്ന് പറഞ്ഞ വേറെ കുട്ടിയും കൂടെയാണ് ഹെൽപ്പ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ അവിടെ വന്ന് സാരിയൊക്കെ അത്യാവശ്യം സെറ്റായി നമ്മൾ റെഡിയാവുന്നൊരു ഭാഗമാണ്. എന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ ശ്വേതയുടെ മീറ്റിങ്ങിന് കോളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി നടപ്പുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയൊക്കെ ആയി. നമ്മൾ ആക്ച്വലി എന്താ ക്രിസ്മസിന് എന്താ സാരി എന്നായിരിക്കില്ലേ, നമ്മൾ ആക്ച്വലി നമുക്ക് ഡാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, വേറെ 2 ചേച്ചിമാരും കൂടെ സാരി ഇടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ ഞാനും സാരി ഇടാന്ന്. അങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇത് ഹാഫ് അല്ലല്ലോ, മറ്റേ റെഡിമെയ്ഡ് സാരിയാണ് ഞാൻ മേടിച്ചത്. ഷീമാട്ടിന് മേടിച്ചത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസാണ് മേടിച്ചത്. അപ്പം അതൊക്കെ മേടിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ മാറി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അങ്ങനെയൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാൻസിൻ്റെ ലാസ്റ്റ് പ്രാക്ടീസാണിത്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ടാട്ടോ എല്ലാം പഠിച്ചെടുത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പണിയുണ്ടായിരുന്നു. ഇന്നും ഉച്ചയൊക്കെ പണിയുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചീത്ത വിളിച്ചിട്ടാണ് സത്യം പറഞ്ഞ കഫറ്റേരിയ പണിയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങുവാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മളുടെ സീക്രട്ട് സാൻഡ എടുക്കണേ. അന്നത്തെ ദിവസം രാവിലെ വന്നിട്ടാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ തലേ ദിവസം ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വരാം, അല്ലെങ്കിൽ അവിടെ അന്നത്തെ ദിവസം വന്ന് ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡ് കഴിക്കുന്നതാണ്. അത് ഞങ്ങൾ എപ്പോഴും ഈ ഇടയ്ക്ക് ഇട്ടൊരു ശീലം തുടങ്ങി. ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ ഡിസേർട്ടായിട്ട് ഐസ്ക്രീം കഴിക്കും. നമ്മൾക്ക് അവിടെ തന്നെ കാഫറ്റേരിയയിൽ തന്നെ ഐസ്ക്രീം ഉണ്ട്. അപ്പം ഞാൻ ചോക്ലേറ്റിൻ്റെ ആളായതുകൊണ്ട് ഞാൻ എപ്പോഴും ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് എന്താ കഴിച്ചത്, കഴിഞ്ഞ 2 ദിവസമായിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരില്ല, ഭയങ്കര തിരക്കൊക്കെയുണ്ട്. അപ്പം എനിക്കൊന്ന് ചപ്പാത്തിയും ഇതെന്തായിരുന്നു ഗോബി മഞ്ചൂരിയനാണോ അങ്ങനെ എന്തോ ലൈറ്റ് ആയിരുന്നു. പിന്നെ ശ്വേത ബിരിയാണിയും കഴിച്ചു. നമ്മൾ പിന്നെ 5 ചേച്ചി കുറച്ചേ കഴിക്കുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിച്ചാലും പിന്നെ നമ്മളത് ഷെയർ ചെയ്ത് കഴിക്കാറ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ജ്യൂസൊക്കെ മേടിച്ച് അങ്ങനെയാണ് നമ്മുടെ ലഞ്ച് കഴിഞ്ഞത്. ഉണ്ണീഷോട് എടുത്തോണ്ട് പോയാലോ, ഓ എടാ സൂമായി പോയാലോ നിക്കണ. ഇപ്പൊ ശരി അല്ലേ? ഇനി ഞാൻ കാണും. Start with you. ലോകേഷ് അഖിൽ കേക്ക് അല്ലല്ല എടാ ഓരോരുത്തരും പൊട്ടിക്കണം. അമ്മേ പറ്റിച്ചത് എന്നാ കിട്ടിയേ? 2 കിട്ടിയോ? പെട്ടെന്ന് നോക്കിട്ടല്ലോ.
ഞാൻ പറഞ്ഞു കൊടുക്കും. അവിടെ ഒന്ന് പൊട്ടിക്കണം, എന്റെ കറ പറന്ന് പൊട്ടിക്കും. കാജലാണോ അത്? കാജലാണോ? നോക്കട്ടെ നോക്കട്ടെ, ഞാൻ സൂം ചെയ്തില്ല. ഏത് ബ്രാൻഡാണ്? L18 എനിക്ക് പണി തരാനായിട്ട് ഉണ്ടാക്കിയതാണ്. എന്താണ്? പെട്ടിക്കകത്ത് വീണ്ടും പെട്ടി. ഫോട്ടോയോ? വീഡിയോ എടുക്ക്. വീട്ടിൽ ഓൾറെഡി ഒരു ചിത്തിരിപ്പുണ്ട്. നമുക്കിത് വെള്ളത്തിലിട്ടാലോ? ചേട്ടാ ഇതെനിക്ക് വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല. കേരളമാണോ? രാജ രവിവർമ്മയുടെ ചിത്രം ആയിരിക്കും. അതൊന്നല്ല, ഞാൻ മൊണലിസയാണെന്നൊരു വിചാരിച്ചു പോയി മറ്റേ പുള്ളിക്ക് കിട്ടിയ സമയത്ത്. അതാണ് ഉണ്ണിയർച്ച. ബ്യൂട്ടിഫുൾ. കൊള്ളാമേ. അത് 3D ആയിട്ട് കിട്ടുന്നുണ്ടോ വീഡിയോയില്? ഷിപ്പും ഡോൾഫിനും സൈഡ് തിരിച്ച് റൊട്ടേറ്റ്. ഷിപ്പും ഡോൾഫിനും തന്നെ അല്ലേ? അതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സെലിബ്രേഷനെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാണ്. അപ്പം നമ്മളെപ്പോഴും കോപ്ടൈമിനോട് അതിൽ കൂടെ വരുമ്പം എന്തെങ്കിലും ലേറ്റായിട്ട് കഴിച്ചാലോ എന്ന് പറഞ്ഞ് നമ്മൾ കോപ്ടൈമിനോട് ഒരു ഫ്രീസിൽ കയറാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഓർഡർ കൊടുത്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെ രസമുണ്ട് ഇങ്ങനെ കായലില്ലേ അതെ. അപ്പോൾ ഞങ്ങൾ വെറുതെ നടക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഓർഡർ വന്നു. അതിൽ നമ്മൾ പാസ്തയൊക്കെ പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം തിരിച്ച് വീട്ടിൽ പോവാണ് ഗൈസ്. യെസ്, അതായിരുന്നു നമ്മുടെ ഒരു ചിന്ന ക്രിസ്മസ് സെലിബ്രേഷൻ അറ്റ് വിപ്രോ.